ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൻ്റെ പേജ് നമ്പർ 47 സിക്സ്ത് ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ കാണാം. എന്താണ്? പ്രൂവ് ദാറ്റ് ഓൾ ദ സർക്കിൾസ് ഡ്രോൺ ഓൺ ദ 4 sides ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ റോംബസ് ആണ്. 4 sides ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിൻറ്റ്. അപ്പം ഓരോ സർക്കിളിൻ്റെയും ഇപ്പം നമുക്ക് ഇവിടെ ഇത് ഫസ്റ്റ് സർക്കിള്, ഇത് സെക്കൻഡ് സർക്കിള്, ഇത് തേർഡ് സർക്കിള്, ഇത് ഫോർത്ത് സർക്കിളാണെന്ന് വെക്കുക. അപ്പം അതിനകത്ത് ഈ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു കളർ എടുക്കാം. യെസ്, അപ്പം ഇവിടെ വരച്ചിരിക്കുന്നത് സെക്കൻഡ് സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. ദെൻ അടുത്തതായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത് തേർഡ് സർക്കിളിൻ്റെ ഡയമീറ്റർ. ദെൻ അടുത്തത് ഈ ബ്ലൂ വരച്ചിരിക്കുന്നത് എന്താണ്? ഫോർത്ത്. ഇത് ബ്ലാക്ക് ആക്കാം. ഓക്കെ, ഈ ഫോർത്ത് വരച്ചിരിക്കുന്നത് ഫോർത്ത് സർക്കിളിൻ്റെ ഡയമീറ്ററാണ് ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1, 2, 3, 4 അതിൻ്റെ എല്ലാം ഡയമീറ്റേഴ്സ് കൂടി വരുമ്പോൾ അതൊരു റോംബസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ റോംബസ് വരുമ്പോൾ അവിടെ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇനി അങ്ങനെ വരുമ്പം ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ഓൾ ദ സർക്കിൾസ് ഡ്രോൺ ഓൺ ദ 4 sides ഓഫ് എ റോംബസ്. റോംബസിൻ്റെ 4 വശങ്ങളും ഡയമീറ്റർ വരത്തക്ക രീതിയിൽ വരച്ചിരിക്കുന്ന 4 സർക്കിൾസും എന്താണ്? പാസ് ത്രൂ എ കോമൺ പോയിൻറ്റ്. കോമൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ കോമൺ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഒരു റോംബസ് ഉണ്ട്. ആ റോംബസിൻ്റെ 4 sides ഡയമീറ്ററായിട്ട് വരുന്ന രീതിയിൽ സർക്കിൾസ് വരയ്ക്കുവാണ്. അങ്ങനെ 4 സർക്കിൾസ് വരയ്ക്കും. ആ 4 സർക്കിൾസും ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഫിഗറിന് നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പേര് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന് എ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ, അതിന് നമുക്ക് ബി എന്ന് കൊടുക്കാം. ഇവിടുത്തെ പോയിൻറ്റിന് സി എന്ന് കൊടുക്കാം. ഇവിടുത്തെ പോയിൻറ്റിന് ഡി എന്ന് കൊടുക്കാം. ഇനി സെൻറ്ററിലെ പോയിൻറ്റിന് ഒ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ സർക്കിൾസും ഈ ഒരു പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് വേണം നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കതിനായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോംബസിന് നമുക്കൊന്ന് ഡയഗണൽ വരയ്ക്കാം. അപ്പോൾ റോംബസിന് ഡയഗണൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം റോംബസിൻ്റെ എയും സി എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്താണ് എ സി വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇതേപോലെ ബിയും ഡിയും കണക്ട് ചെയ്ത് മറ്റൊരു ഡയഗണലും വരച്ചിട്ടുണ്ട്. അപ്പോൾ റോംബസിൻ്റെ പോയിൻറ്റ്സ് ആണ്. റോംബസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന എ ഡി ഡി സി സി ബി എ ബി. അപ്പോൾ ഈ ലൈൻസ് കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഇതാണ് നമ്മുടെ റോംബസ്. ഓക്കെ, ഇതാണ് റോംബസ്. ഈ റോംബസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിൽ നമ്മൾ ഡയഗണൽ വരച്ചു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡയഗണൽ വരച്ചു. അപ്പോൾ അതിൻ്റെ കോമൺ പോയിൻ്റാണ് ഇതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ വരുമ്പം നമ്മൾ നേരത്തെ പഠിച്ചൊരു റിസൾട്ടുണ്ട്. ഇപ്പം ഇവിടെ വരച്ചിരിക്കുന്ന ABCD എന്ന് പറഞ്ഞ ഒരു റോംബസ് ആണ് അല്ലേ. അപ്പോൾ ABCD റോംബസ് ആയതുകൊണ്ട് തന്നെ ഈ റോംബസിൻ്റെ ഡയഗണൽസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈ AC എന്ന് പറയുന്ന ലൈന് BD എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും ഓരോന്നും. മനസ്സിലായോ? അതായത് റോംബസ് ആകുമ്പം തന്നെ അതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ബൈസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു റിസൾട്ടാണ് കേട്ടോ. അത് പെർപെൻഡിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നോക്കിയേ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒ എന്ന് പറയുന്നത് ഇത് ഏത് സർക്കിളിലുള്ള പോയിൻ്റാന്ന് പറയാം? AD ഡയഗണലായിട്ട് വരുന്ന AD ഡയഗണലായിട്ട് വരുന്ന സർക്കിളിലെ ഒരു പോയിൻ്റാണ് ഒ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് 90 ഡിഗ്രിയാണ് വരുന്നത്. ഇത് 90 ഡിഗ്രി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ഫസ്റ്റ് സർക്കിൾ ഇതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ ഇതാണ് 90 ഡിഗ്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രി വരിക എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിൻ്റെ ഉള്ളിൽ
വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡയമീറ്റർ അല്ലെങ്കിൽ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പോയിൻ്റ് സർക്കിളിലുള്ള ഈ പോയിൻ്റാണ് O എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ സെക്കൻഡ് സർക്കിളും എടുക്കും. അപ്പോൾ സെക്കൻഡ് സർക്കിൾ എടുക്കുമ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് സർക്കിൾ വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് സർക്കിളിനും ഈ സെയിം പ്രോപ്പർട്ടി ഉണ്ട്. കാരണം ഈ സെക്കൻഡ് സർക്കിളിൻ്റെ ഡയമീറ്ററാണ് CD. അപ്പോൾ ഈ CD-യുടെ ഡയമീറ്റർ വരുമ്പം അത് ഇങ്ങോട്ടുള്ള പോയിൻ്റാണ് ഇത്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണെന്ന് ഓൾറെഡി നമ്മളോട് പറയുന്നുണ്ട്. സോ ഈ O എന്ന് പറയുന്നത് CD ഡയമീറ്ററായിട്ട് വരുന്ന സർക്കിളിലെ ഒരു പോയിൻ്റാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ സർക്കിൾ എടുത്താലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ടീച്ചറുടെ ബ്ലാക്ക് കളറിൽ ഈ സർക്കിൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്ററാണ് AB എന്ന് പറയുന്നത്. അപ്പോൾ AB ഡയമീറ്ററായിട്ട് വരുമ്പം അതിൻ്റെ സെമി സർക്കിളിൽ വരുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. കാരണം റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലറായിട്ടാണ് ബൈസെക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഇത് 90 ഡിഗ്രിയാണ്. സോ ഇത് 90 ഡിഗ്രി വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? ഈ AB ഡയമീറ്ററായിട്ട് വരുന്ന സർക്കിളിലാണ് ഈ O എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫോർത്ത് സർക്കിളും എടുക്കും. ഫോർത്ത് സർക്കിൾ എടുത്താലും ഫോർത്ത് സർക്കിൾ ഇപ്പോൾ ഇതാണ്. ഫോർത്ത് സർക്കിൾ നമ്മൾ എടുത്താലും ഈ ഫോർത്ത് സർക്കിളിന് നമ്മുടെ പേരുകൾ പോയല്ലേ, ABCDO. അപ്പോൾ ഫോർത്ത് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഫോർത്ത് സർക്കിൾ എടുക്കുമ്പോഴും അതിനകത്ത് ഡയമീറ്ററാണ് ഈ BC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയമീറ്ററിൽ നിന്ന് നമ്മൾ എന്താണ് സർക്കിളിൻ്റെ ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണല്ലോ. കാരണം റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റ് ചെയ്യും. സോ ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രി വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ, അതായത് ഇതൊരു ഡയമീറ്ററിൻ്റെ അവിടെ നിന്ന് എൻ പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ എങ്ങോട്ട് വരച്ചാലും 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് 90 ഡിഗ്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? E എന്ന് പറയുന്ന പോയിൻ്റ് സർക്കിളിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഈ BC ഡയഗണലായിട്ട് വരുന്ന സർക്കിളിലുള്ള പോയിൻ്റാണ്. ഇപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താ? നമ്മൾ ഒന്നാമത്തെ സർക്കിൾ എടുത്താലും രണ്ടാമത്തെ സർക്കിൾ എടുത്താലും മൂന്നാമത്തെ സർക്കിൾ എടുത്താലും നാലാമത്തെ സർക്കിൾ എടുത്താലും ഈ O എന്ന് പറയുന്നത് ആ സർക്കിളിലെ ഒരു പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഓൾ ദ സർക്കിൾസ് ഡ്രോൺ ഓൺ ദ 4 സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിൻ്റ്. അപ്പം അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളത് എഴുതി കാണിക്കണം. അപ്പോൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ഓരോ സർക്കിൾസും എടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇതിന് ചെയ്യുമ്പോൾ ഇത് റോംബസ് ആണ്. അതായത് ഓരോ സർക്കിൾസിൻ്റെയും ഡയമീറ്റേഴ്സ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതൊരു റോംബസ് ആണ്. റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ബൈസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ സർക്കിളും എടുക്കും. ആ സർക്കിളിൻ്റെ ഡയമീറ്ററുമായിട്ട് വരും നോക്കുമ്പോൾ. ഇപ്പം ഒന്നാമത്തെ സർക്കിളിൻ്റെ ഡയമീറ്റർ ഇതാണ്. അപ്പോൾ അതിന്ന് വരുമ്പം ഇത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം എന്താ? സെമി സർക്കിളിൽ വരുന്ന ഇപ്പോൾ ഒരു ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ അത് ഡയമീറ്ററാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അവിടെയാണ്. അതുപോലെ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ ആ O എന്ന് പറയുന്ന പോയിൻ്റ് ആ സർക്കിളിലുള്ള പോയിൻ്റാണ്. അതിൻ്റെ അർത്ഥം അത് എല്ലാ സർക്കിളും ഒരു കോമൺ പോയിൻറ്റിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ ആദ്യം ടീച്ചർ പറഞ്ഞ കാര്യം, അതായത് ABCD ഒരു റോംബസ് ആണ്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അതിൻ്റെ ഡയഗണൽ. പിന്നെ ഇനി നമ്മൾ ഓരോന്നും ഇങ്ങനെ എഴുതുവാണ്. അപ്പം AOD 90 ഡിഗ്രി ആയതുകൊണ്ട് എന്താണ്? AOD 90 ഡിഗ്രി ആയതുകൊണ്ട് ദ പോയിൻറ്റ് O ഈസ് ഓൺ ദ സർക്കിൾ ഡ്രോൺ വിത്ത് AD ആസ് സെൻറ്റർ. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഇൻ എ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണ്? ആ പോയിൻ്റ് ആ സർക്കിളിലുള്ളതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതേപോലെ ഓരോ സർക്കിളിൽ നിന്നും ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ഇപ്പോൾ എഴുതണ്ടേ? ഇത് AOD. ഇനി അടുത്തത് COD. ആംഗിൾ COD ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിൻ്റെ അർത്ഥം എന്താണ്? ദെയർഫോർ ദ പോയിൻറ്റ് മേളിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ അടുത്ത സർക്കിളിൻ്റെ ഡയമീറ്റർ വെച്ച് എഴുതണം. ദ പോയിൻറ്റ് O ഈസ് ഓൺ ദ സർക്കിൾ ഡ്രോൺ
വിത്ത് ഏതാ ഡയമീറ്റർ ആയിട്ട് വരുന്നത് ആ സർക്കിളിൻ്റെ? സി ഡി ആണ് ഡയമീറ്റർ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ സി ഡി ആസ് ഡയമീറ്റർ. ഇപ്പം നമ്മൾ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മളിത് തെളിയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പിന്നെ അടുത്ത ഏതായിരിക്കും എഴുതേണ്ടത്? തേർഡ് സർക്കിളിൻ്റെ വരുമ്പം എ ഒ ബി. അപ്പം അടുത്തതായിട്ട് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എ ഒ ബി 90 ഡിഗ്രി ആയതുകൊണ്ട് അതിൽ നിന്ന് എന്താണ് എ ബി ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളിലായിരിക്കും ഒ എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളതെന്ന് നമ്മൾ പറയും. അങ്ങനെ 4 സർക്കിളിനകത്തും നമ്മൾ പറയും ആ സർക്കിളിൽ തന്നെയാണ് ഒ എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളത്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോമൺ പോയിൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഡ്രോൺ വിത്ത് തേർഡ് സർക്കിളിൻ്റെ ഡയമീറ്റർ എ ബി ആണ്. എ ബി ആസ് ഡയമീറ്റർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫോർത്ത് വൺ എന്ന് പറയുമ്പം എന്താണ്? ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദെയർഫോർ ദ പോയിൻറ്റ് O is on the circle drawn with BC as diameter. ഓക്കെ, അപ്പം നമ്മളെന്താ പറഞ്ഞത്? ഓരോ സർക്കിൾ എടുക്കുമ്പോഴും അതിനകത്തുള്ള പോയിൻ്റാണ് ഒ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദെയർഫോർ the point O is common to all the 4 circles and these circles pass through O. അപ്പം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കപ്പോൾ ലാസ്റ്റ് എന്തോടെ എഴുതിയാൽ മതി? therefore ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടെയാണ് നമുക്ക് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.